360യും ഒരു 330യുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സ്കോറ്. റൈറ്റിങ്ങിന് 330, ബാക്കി 3 മൊഡ്യൂളിലും 360 കിട്ടിയിട്ടുണ്ട്. എനിക്ക് സത്യമായിട്ട് ഇതിൻ്റെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നത് പോലെ ഈ ഒരു ദിവസം ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസമാണ്. അതെനിക്ക് ദൈവകൃപയാലാണ് സാധിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടവനായിരിക്കും ഈ ഒരു നിമിഷത്തിന് വേണ്ടി. എനിക്ക് ഈ OET പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും സാധിക്കുന്ന കാര്യമല്ല ഈ OET ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കഴിവിൽ മാത്രം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം നമുക്ക് OET നേടുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ OET വളരെ ഈസിയായി നേടാൻ പറ്റും. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വട്ടാശ്ശേരി അക്കാദമിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര മൊഡ്യൂൾ ചെയ്ത് തീർക്കുന്നു, ഒരു ദിവസം എത്ര മൊഡ്യൂൾ ചെയ്ത് തീർക്കുന്നു എന്നതിനേക്കാളും പ്രധാനം ചെയ്യുന്ന ഓരോ മൊഡ്യൂളും എത്ര ഡീറ്റെയിൽ ആയിട്ട് എത്ര മനസ്സിലാക്കി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചെയ്താലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള എങ്ങനെ വന്നു, ഈ ആൻസേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുള്ളൂ. ആ ഒരു രീതിയായിട്ടാണ് വട്ടാശ്ശേരി അക്കാദമി ഫോളോ ചെയ്യുന്നത്. അത് വളരെയേറെ പ്രയോജനകരമായിരുന്നു. പിന്നെ സാറും മാമും നേരിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. 4 മൊഡ്യൂളും അവർ തരുന്ന ട്രിക്സും ടിപ്സും വളരെയേറെ സഹായകമാണ് ഈ OETയുടെ എക്സാം ടൈമിൽ. പിന്നെ അവർ നമ്മളെ കെയർ ചെയ്ത രീതി അത് അമേസിംഗ് എന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മളിവിടെ വരുമ്പോൾ തൊട്ട് നമ്മുടെ പേരറിയാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പോലല്ല, നമ്മളെ അവരുടെ ഹൃദയത്തിലേക്കാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ഈ ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആ പഠിക്കുന്ന സമയം തൊട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ എക്സാം പാസ് എടുക്കുമ്പോഴത്തേക്ക് അവർ തരുന്ന സപ്പോർട്ടും അവർ ചെയ്യുന്ന പ്രാർത്ഥനയും നമ്മൾ വേണ്ടി അവർ ഇടുന്ന എഫേർട്ട് അത് റിയലി അമേസിംഗ് ആണ്. നമുക്ക് ആ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന കോൺഫിഡൻസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന പ്രാർത്ഥന, അതുകൂടെ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടി അവരെ വിളിച്ച് അന്വേഷിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. അത് മറ്റൊരിടത്തും അങ്ങനെയൊന്നും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ റിസൾട്ട് വരുന്നിടം വരെ ഇപ്പം മാം പറയുണ്ടായി, 10 ദിവസം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരൻസിനെ പോലെ മാം ഫാസ്റ്റിംഗ് എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതൊന്നും നമുക്ക് മറ്റൊരിടത്തും കിട്ടുന്ന കാര്യമില്ല. നമ്മളെ അവരവരുടെ സ്വന്തം പോലെ കരുതി നമുക്ക് വേണ്ടി ഇത്രയും കെയർ ചെയ്യുക, ഇത്രയും പ്രാർത്ഥിക്കുക, ഇത്രയും സപ്പോർട്ട് തരിക. സോ അമേസിങ്. അപ്പം എൻ്റെ മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെയും ഇവിടെ മാമിൻ്റെ സാറിൻ്റെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്കും പ്രയറും കൊണ്ട് എനിക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നത് ദൈവത്തോട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്.